ഇടയായ ഒരു സാഹചര്യം ജ്ഞാനായ സമുദായത്തിന്റെ ഉടമസ്ഥതയിലുള്ള തിരുവല്ല നസ്രത്ത് കോളേജില് നസ്രത്ത് നഴ്സിംഗ് കോളേജില് അമിതമായി ക്യാപിറ്റേഷൻ ഫീ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഹൈക്കോടതിയിൽ നൽകിയ ഒരു ഹർജിയെ തുടർന്നാണ്. അവിടെ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള 50-50 എന്ന മാനദണ്ഡം ലംഘിച്ചുകൊണ്ട് അമിതമായി ക്യാപിറ്റേഷൻ ഫീ വാങ്ങി വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് ഈ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഞാൻ വിജിലൻസിന് ഒരു പരാതി കൊടുത്തിരുന്നു. കോട്ടയം വിജിലൻസിന്. കോട്ടയത്തിന്റെ മുൻ വിജിലൻസ് മേധാവി ശ്രീ VG വിനോദ് കുമാർ സാറ് ഈ വിഷയത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുകയും സർക്കാർ ഈ എതിർകക്ഷികൾക്ക് സർക്കാരിലുള്ള സ്വാധീനം മൂലം സർക്കാർ ആ വിഷയത്തിൽ അട്ടിമറി നടത്തി നഴ്സിംഗ് കൗൺസിൽ അന്വേഷിച്ചാൽ മതി, വിജിലൻസ് അന്വേഷിക്കേണ്ടതില്ലെന്നൊരു ഉത്തരവിട്ടു. ഇതാണ് നിങ്ങളുടെ കയ്യിലൊക്കെ തന്നിട്ടുള്ള ആ പേപ്പറിലാണ് അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ വിജിലൻസ് അന്വേഷിക്കേണ്ടെന്നും നഴ്സിംഗ് കൗൺസിൽ അന്വേഷിക്കാനും പറഞ്ഞ ആ ഉത്തരവിനെതിരെയാണ് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അങ്ങനെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ജ്ഞാനായ സമുദായത്തിന്റെ മെത്രോപൊലീത്ത കുര്യാക്കോസ് മാർ സേവറിയോസ് അടക്കമുള്ള കോളേജ് നടത്തിപ്പുകാരായ 9 പേർക്കെതിരെ വിജിലൻസ് കേസെടുക്കാൻ ഉത്തരവിട്ടു. ഈ കുര്യാക്കോസ് സേവറിയോസ് മെത്രോപൊലീത്ത അടക്കമുള്ള 9 പേരാണ് കോളേജിലെ നടത്തിപ്പുകാര്. ഇത്തരത്തിൽ അമിത ക്യാപിറ്റേഷൻ ഫീ വാങ്ങി ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട് ആണ് നമ്മൾ ഈ ഹർജി ഹൈക്കോടതിയിൽ നൽകിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഇന്റേണൽ കമ്മിറ്റി തന്നെ, ആ കോളേജിലെ ഇന്റേണൽ കമ്മിറ്റി തന്നെ ഒരു അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിൽ ഗുരുതരമായ പാളിച്ചകൾ അല്ലെങ്കിൽ തകരാറുകൾ ഈ വിഷയത്തിൽ ഈ കോളേജ് നടത്തിപ്പിലുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഇന്റേണൽ കമ്മിറ്റി നടത്തിയ റിപ്പോർട്ടിന്റെ പകർപ്പാണിത്. ഇത് ഏതാണ്ട് 117 പേജുകളുള്ള ഒരു റിപ്പോർട്ടാണ്. പക്ഷേ നമുക്ക് 67 പേജുകൾ ലഭ്യമായിട്ടുള്ളൂ. 67 കഴിഞ്ഞാൽ പിന്നെ 116 ഇതിനിടയ്ക്കുള്ള പേജുകൾ നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന പേജുകളാണ് നഷ്ടപ്പെട്ടതെന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. നമുക്കതിനകത്തൊരു ഉറപ്പില്ല. ഇതാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയം. സാധാരണക്കാരന്റെ കുട്ടികൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ കുട്ടികൾക്ക് ഇവിടെ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡം അനുസരിച്ച് പഠിക്കാൻ ഈ ഒരു കോളേജ് മാത്രം, ഈ ഒരു പർട്ടിക്കുലർ കോളേജ് മാത്രമല്ല, എല്ലാ കോളേജുകളിലും പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കണം. അതാണ് നമ്മളുടെ ഒരു ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയത്തിൽ വിജിലൻസ് കേസെടുക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത്. സീറ്റിന്റെ എണ്ണം എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. വീട്ടിലുള്ള കുട്ടികൾക്കും ഇതിൽ സർക്കാർ അനുവാദം ലംഘിച്ചുകൊണ്ട് അമിതമായിട്ട് ക്യാപിറ്റേഷൻ ഫീ വാങ്ങുന്നു. നമ്മൾ മുൻപ് വിജിലൻസിന് ഈ പരാതി കൊടുത്തിരുന്നതാണ്. വിജിലൻസിന് കൊടുത്തപ്പോൾ ഈ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാണ് സർക്കാരിന് ഫോർവേഡ് ചെയ്തിരുന്നത്. പക്ഷെ സർക്കാർ സ്വാഭാവിക നടപടിക്രമങ്ങളൊക്കെ സമുദായമൊക്കെ അല്ലേ, സർക്കാർ അത് അട്ടിമറിച്ചുകൊണ്ട് നഴ്സിംഗ് കൗൺസിൽ അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അതിനെതിരെയാണ് നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ചത്. അതെ, ഈ 9 പേരും മെത്രോപൊലീത്ത അടക്കമുള്ള ഇതിലെ കോളേജ് നടത്തിപ്പുകാരായ 9 പേരെ പ്രതിയാതെ കേസെടുക്കാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. ആ ഉത്തരവിന്റെ പകർപ്പാണ് ഈ ലഭ്യമാക്കിയിട്ടുള്ളത്. 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാങ്ങുന്നുണ്ടെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. അതൊക്കെ ഇനി അത് ബിഫാം, ഡിഫാം, ഫാം ഡി ഒക്കെയാണ് അവിടെ കൊടുക്കുന്ന അഡ്മിഷനുകൾ. അതിനി വിജിലൻസ് അന്വേഷണത്തിലെ ഈ എത്ര രൂപയുടെ ഇടപാടുകളാണ് അനധികൃതമായിട്ട് നടന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് ഈ ഒരു പർട്ടിക്കുലർ കോളേജിന്റെ കേസ് മാത്രമല്ല, നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ സമാനമായിട്ടുള്ള എല്ലാ കോളേജുകളും ഇത് തന്നെയാണ് അവസ്ഥ. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് അന്വേഷിച്ചത്. എല്ലാ കോളേജുകളെ പറ്റി അന്വേഷിച്ചാൽ ഇത് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതെ, അത് പാലിച്ചുകൊണ്ട് പോകണം. അതാണ് നമ്മളുടെ ആവശ്യം. അത് പാലിക്കാതെ ഇത്തരത്തിൽ വ്യാപകമായിട്ട് സീറ്റുകൾ വിറ്റഴിച്ച് പണം ഉണ്ടാക്കാന്ന് പറയുന്ന ഒരു ന്യായമായ രീതിയല്ല. അവർക്ക് ലഭ്യമായിട്ടുള്ള 50% സീറ്റിൽ എങ്ങനെ വേണമെങ്കിലും വിറ്റോട്ടെ. അതെ, വിജിലൻസ് അന്വേഷിക്കാനാണ് കൊടുത്തിരിക്കുന്നത്. എന്തോ സ്വാഭാവികമായിട്ട് അറിയിക്കുമല്ലോ. ഹൈക്കോടതി ഇത് ഒരു 2.5 വർഷത്തോളം നീണ്ട കേസ് നടന്നു വരികയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം വിജിലൻസിനോട് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നത്.
സ്വാഭാവികമായിട്ടും എഫ്ഐആർ ഇട്ട തുടർ നടപടികളൊക്കെ വരുന്ന ദിവസങ്ങൾ ഉണ്ടാവും. അല്ല, സാധാരണക്കാരായ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് സർക്കാർ പറഞ്ഞിരിക്കുന്ന അനുവാദം അനുസരിച്ച് വിദ്യാഭ്യാസം ലഭിക്കണം, അത്രേ ഉള്ളൂ. അല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു പരാതി ലഭിച്ചു. ആ പരാതിയെ തുടർന്ന് ഞാൻ നടത്തിയ അന്വേഷണത്തിലാണ് ഇത് കണ്ടെത്തിയത്. അതെ അതെ അല്ലല്ല, സഭാ വിഷയമൊക്കെ അവരുടെ ആഭ്യന്തര വിഷയം, അതിനകത്തൊന്നും നമ്മളുടെ ഭാഗമല്ല. ഞാൻ ആ സഭയിലുള്ള ആളുമല്ല. നമുക്ക് ആ സഭാ വിഷയങ്ങളൊക്കെ അവരുടെ ആഭ്യന്തര വിഷയങ്ങൾ, അതിന്റെ ഭാഗമല്ല ഞാൻ. അതെ, ഉറപ്പായിട്ടും സംശയമൊന്നും വേണ്ട. നമ്മളിപ്പം 50 ലക്ഷം 60 ലക്ഷം ഒക്കെ കൊടുത്ത് ഒരു കോളേജിൽ അഡ്മിഷൻ മേടിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന്റെ മക്കളെ കൊണ്ട് പറ്റില്ല, നമ്മൾ ആരെ കൊണ്ടും പറ്റില്ല. അതിന്റെ ഒരു മാറ്റം വേണം. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള 50% സീറ്റുകൾ നല്ല മാർക്കുള്ള കുട്ടികൾക്ക് കൊടുത്തിരിക്കണം. ഇതുകൊണ്ട് ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ 50, 60, 70 ലക്ഷം രൂപ കൊടുത്ത് കുട്ടികളെ പഠിപ്പിച്ച് പുറത്തിറക്കുമ്പോൾ ആ കുട്ടികൾക്ക് ഇത് നമ്മുടെ സമൂഹമായിട്ടൊരു ബന്ധമില്ലാതാകുകയാണ്. അത് പോരാ. അങ്ങനെയല്ലല്ലോ, പൈസ ഉള്ള ആളുകളുടെ മക്കൾ മാത്രം പഠിച്ചാൽ പോരല്ലോ. ഓക്കെ, താങ്ക് യു.